മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതമെന്ന് തൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ ടി.എൻ. ഗോപകുമാർ പറയുമ്പോൾ അതൊരു പ്രതീക്ഷയുടെ ശബ്ദമായിരുന്നു. നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധ കൊണ്ടുവരികയും അതിന് പരിഹാരമുണ്ടാക്കുകയും വഴി മലയാള ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും മികച്ച വാർത്താ അധിഷ്ഠിത പരിപാടിയായിരുന്നു ഏഷ്യാനെറ്റിലെ കണ്ണാടി എന്ന പ്രോഗ്രാം. 1957 തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്തിലാണ് ടി.എൻ.ജിയുടെ ജനനം. ശുചീന്ദ്രൻ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരുന്ന നീലകണ്ഠ ശർമ്മയുടെയും തങ്കമ്മയുടെയും മകൻ. ഇന്ത്യൻ എക്സ്പ്രസിലൂടെയായിരുന്നു മാധ്യമരംഗത്തെ അദ്ദേഹത്തിന് തുടക്കം. ഡൽഹിയായിരുന്നു പ്രധാന തട്ടകം. ഏഷ്യാനെറ്റിന്റെ സ്ഥാപകനായ ശശികുമാറാണ് ടി.എൻ.ജിയെ ടെലിവിഷൻ രംഗത്തേക്ക് ക്ഷണിക്കുന്നത്. ഡൽഹിയിലെ ജീവിതം മടുത്തിരുന്ന ടി.എൻ.ജി ആ ക്ഷണം സ്വീകരിച്ചു. ഏഷ്യാനെറ്റ് പിച്ചവെക്കുന്ന കാലം വാർത്താധിഷ്ഠിത പരിപാടി എങ്ങനെ നിർമ്മിക്കാം എന്ന കൂടിയാലോചനകളിൽ നിന്നുമാണ് നമ്മൾ നമുക്ക് നേരെ ഒരു കണ്ണാടി പിടിക്കുക എന്ന ആശയത്തിൽ എത്തി നിൽക്കുന്നത്. ദർപ്പൺ എന്ന പേരായിരുന്നു ആദ്യം ആലോചിച്ചത്. പിന്നീടാണ് കണ്ണാടി മതി എന്ന് തീരുമാനിക്കുന്നത്. ക്യാമറയ്ക്ക് മുൻപിൽ പ്രോഗ്രാമിന്റെ ആദ്യ കാലങ്ങളിൽ അസ്വസ്ഥനായിരുന്ന ടി.എൻ. ഗോപകുമാർ നീണ്ട 20 വർഷത്തോളം ആ പ്രോഗ്രാമിലൂടെ മലയാള മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്.